ഇപ്പോ ജയിലിലാണ്. നമ്മളെ തവനൂർ ജയിലിലുണ്ട്. ഇവിടുത്തെ ലീഗുകാർക്ക് ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തതുണ്ടെങ്കിൽ ഓനോട് ഇപ്പൊ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളി. നമ്മളെ തവനൂർ ജയിലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ജയിലുണ്ടാക്കിയത് കൊണ്ട് സത്യത്തിൽ ലീഗുകാർക്കാണ് അതുകൊണ്ട് വലിയ മെച്ചുണ്ടായതെന്ന് എനിക്ക് തോന്നിയത്. കാരണം കണ്ണൂരും തൃശ്ശൂരും ഒന്നും പോയി കെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളെ ജില്ലയിൽ തന്നെ ഇത് കെടുക്കാനുള്ള ഒരു സൗകര്യം അത് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ ആഫീസും ആ സ്ഥലവും ഉണ്ടല്ലോ, അതിന്റെ ആധാരം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവരതും കൊണ്ടേ വെക്കൂ. മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ ഞാൻ സ്നേഹബുദ്ധിയ ഉണർത്തുകയാണ്. മുസ്ലിം ലീഗ് ആകപ്പാടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ മാറ്റത്തിന്റെ കാരണം മറ്റൊന്നുമല്ല. ലീഗിന് 10 വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഒരു തരം വിഭ്രാന്തിയാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത്. അവരെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവരായി ലീഗ് പ്രവർത്തകന്മാർ മാറിയിരിക്കുന്നു. ലീഗിന്റെ നേതാക്കന്മാര് മാറിയിരിക്കുന്നു. ആളുകളെ സാമ്പത്തികമായി പറ്റിക്കുക എന്നുള്ളത് മുഖമുദ്രയാക്കി ലീഗ് നേതാക്കന്മാർ പരിണമിച്ചിരിക്കുന്നു. എവിടെ നോക്കിയാലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ആളുകളെ പറ്റിച്ച കഥയാണ് ആർക്കാണെങ്കിലും പറയാനുള്ളത്. ഇപ്പൊ അവരെല്ലാവരും കൂടി രംഗത്ത് വന്നിരിക്കുന്നത് ഷെയർ ബിസിനസ്സുമായിട്ടാണ്. ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ചെയർമാനാക്കും. എന്നിട്ട് 4 മുതലാളിമാർ ഒരുമിച്ച് കൂടും. വലിയ വളവന്മാരായിട്ടുള്ള മുതലാളിമാര്. അവർക്ക് ഒരു സംരംഭം തുടങ്ങണം. എന്നാ അവരവരുടെ കായ് കൊണ്ട് തുടങ്ങാൻ വയ്യ. കാരണം അവരവരുടെ പൈസ കൊണ്ട് തുടങ്ങിയാല് 100 റുപ്യ ചെലവാക്കേണ്ടതിന് 10,000 റുപ്യ ചെലവാക്കാൻ പറ്റൂല്ലോ. ബസ്സിന് പോകേണ്ടതിന് വിമാനത്തിന് പോകണം എന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ? ആരാന ഷെയർ കൂട്ടിയിട്ട് ബിസിനസ് തുടങ്ങണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ പാലും കമ്പനി, ചങ്ങായിമാരെ, പാല് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മിൽമുണ്ട്. ഈ മിൽമനോട് മത്സരിച്ച് ഇനി ഏത് പാലും കമ്പനിക്ക് ജയിക്കാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു? കോടിക്കണക്കിന് രൂപയാണ് നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം. അതിന്റെ വലിയൊരു അതിശയം എന്താണെന്ന് വെച്ചാൽ ലീഗുകാരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ ഈ പറ്റിക്കലൊക്കെ നാട്ടുകാരെയാണ് പറ്റിക്കുക, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ്. പാർട്ടി നോക്കാതെ എല്ലാവരെയുമാണ് പറ്റിക്കുക. ലീഗുകാർ പക്ഷെ പറ്റിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ്, ലീഗുകാരെ തന്നെയാണ് പറ്റിക്കുന്നത്. എത്രയോ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കള്. അപ്പൊ എന്താണ്? ചെയർമാൻ പാണക്കാട്ട് നിന്ന് ഏതെങ്കിലും ഒരു തങ്ങള്. ഈ പാലും കമ്പനിയുടെ ചെയർമാനെ, പാണക്കാട്ട തങ്ങന്മാര് പാലും കമ്പനിയുടെ ചെയർമാൻ ആവേണ്ടവരല്ല. അവര് നിരവധി പള്ളികളുടെ കാളിമാരാണ്. എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് അറിയുന്നവരെയല്ലേ ആ മേഖലയിലാക്കുക. അതാക്കുന്നതിന് പകരം അവിടുന്ന് ഒരാളാക്കും, 4-5 മുതലാളിമാര് കൂടും. എത്ര ആളുകൾക്കാണ് എത്ര ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നറിയുമോ? നമ്മളുടെ ജില്ലയിലും നമ്മളുടെ ഈ മലബാർ മേഖലയിലും. ആരും പറയാത്തത് മാനക്കേട് ഭയന്നിട്ടാണ്. മാനക്കേട്. എല്ലാരും ഇപ്പോ പാലും കമ്പനി ആയിട്ട് ഇറങ്ങിയിരിക്കണം. ഒരുത്തര് പറഞ്ഞ് എന്തോ ഒരു വെള്ളപ്പാല് എന്നും പറഞ്ഞുകാണ്ട് ഒരു കമ്പനി, അതും ഇതേമാതിരി ലീഗുകാരെല്ലാരും കൂടി പാവപ്പെട്ട ആളുകളെ മുഴുവൻ ചേർക്കുകയാണ്, പ്രവാസികൾ. എന്നാ ഈ ലീഗ് നേതാക്കന്മാര് ചേരുവോ? ഓല് ചേരൂല. ആര്? മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റ്, പഞ്ചായത്ത് ലീഗിന്റെ സെക്രട്ടറി, അവരൊന്നും ചേരൂല. പ്രവാസിയായി തൻ്റെ അധ്വാനം മുഴുവൻ, ബാല്യം മുഴുവൻ, കൗമാരം മുഴുവൻ, യുവത്വം മുഴുവൻ മണലാരണ്യത്തിൽ ചെലവാക്കി അധ്വാനിച്ച് പണമുണ്ടാക്കി വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഇതിൽ ചേർക്കുന്നു.
എന്നിട്ട് അവർക്ക് നിങ്ങൾ ലാഭം കൊടുക്കുവോ? ആരും പ്രതീക്ഷിക്കണ്ട. ലീഗുകാര് മുൻകൈയെടുത്തുകൊണ്ട് തുടങ്ങുന്ന ഒരു കമ്പനിയും ലാഭത്തിൽ പോകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് നഷ്ടത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാ. അതാ ഞാൻ പറഞ്ഞത്, നടന്നു പോകാനുള്ള ദൂരത്ത് കാണുന്നുണ്ടെങ്കിൽ ഓല് ഇന്നോവ കാറ് വിളിച്ചിട്ടേ പോകുള്ളൂ. ഈ ഷെയർ ബിസിനസ്സിലെ നമ്മളെ സ്വന്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല വെയിലുണ്ടെങ്കിൽ ഒരു കൊടയെടുക്കും, 1 കിലോമീറ്റർ നടക്കാനുള്ളടത്തേക്ക് ഇവര് കാറിന് പോവും, ചെലവ് അവിടെ എഴുതി വെക്കും. ഇതാണ് വില സൊസൈറ്റികളൊക്കെ നടത്തല്. ഇപ്പൊ EMS ആശുപത്രി, സഹകരണ ആശുപത്രി കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങി. എടോ, അതിൽ ഷെയർ എടുത്ത ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? വന്ന് പറയും. ഓലെടുത്ത ഷെയർ, ആ ഷെയറിന്റെ ഇരട്ടി വില കൊടുത്ത് വാങ്ങാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറ. EMS കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റി ഞങ്ങളിൽ നിന്ന് പണം വാങ്ങി ഞങ്ങളെ വഞ്ചിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാന് നിങ്ങൾ പറയുന്നത് കേൾക്കാം. 1 ലക്ഷം രൂപയാണ് നമ്മൾ ഷെയർ എടുത്തിട്ടുള്ളത് എങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം 1 വർഷം ഒന്നുകിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്നില്ലേ? എന്റെ ഭാര്യ ഇപ്പൊ പറയാണ്, എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ഷെയർ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ എന്താ ചെയ്യുക? കാരണം അവളിപ്പോ റിട്ടയർ ചെയ്യാൻ വേണ്ടി പോവാണ്. റിട്ടയർ ആകുമ്പോ കുറച്ച് പൈസ ഒക്കെ കിട്ടും. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ പറഞ്ഞു, EMS ആശുപത്രി ഇപ്പോ ഷെയർ വിൽപ്പന നിർത്തിയിരിക്കുകയാണ്. ലീഗേര് ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറത്ത് എത്ര കൊല്ലായി? ഒരു മനുഷ്യന് 10 റുപ്യ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന്, അതിലെ ഒരു ഷെയർ ഹോൾഡർക്ക് 10 റുപ്യ കൊടുത്തിട്ടുണ്ടോ? നമ്മളുടെ നാട്ടിൻപുറത്ത് ലീഗിന്റെ സൊസൈറ്റികള്, ലീഗിന്റെ കൂട്ടായ്മകള് തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സംരംഭം വിജയിച്ചു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? എങ്ങനെ വിജയിക്കുക? ആട്ടണോനെ പിടിച്ചല്ലേ നെജാനാക്കിന്? പാണക്കാട്ട തങ്ങന്മാരെ പിടിച്ചിട്ട് കമ്പനിയുടെ ചെയർമാൻമാരാക്കിയാല് ആ കമ്പനി എങ്ങനെ വിജയിക്കാനാണ്? തങ്ങന്മാർക്ക് അറിയുന്ന ഒരു കാര്യമില്ലേ? അവർക്ക് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പാണ്ഡിത്യം, ആ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ അവരേതെങ്കിലും പാലും കമ്പനി എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് അതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്കിവിടെയുള്ള ലീഗിന്റെ സുഹൃത്തുക്കളോടാണ് പറയേണ്ടത്, നിങ്ങളുടെ പ്രദേശത്ത് പോയി ലീഗുകാരോട് പറയണം, സംഗതിയൊക്കെ ലീഗാണ്. പക്ഷെ നേതാക്കന്മാര് ഷെയർ എന്നും പറഞ്ഞും കണ്ട് പാലും കമ്പനി, ആടിനെ വളർത്താ, പോത്തിനെ വളർത്താന്നൊക്കെ പറഞ്ഞും കണ്ട് വരുന്നതില് ദയവായിട്ട് ഇജ്ജ് പൈസ ഇടരുത് കേട്ടോ, എന്റെ കായാണ്ട് പോയി കിട്ടുന്ന് നമുക്ക് പറ്റണ ലീഗുകാരോടൊക്കെ പറയാം. എന്നാ ഞമ്മക്ക് അതെങ്കിലും ഒന്ന് സമാശ്വസിക്കാമല്ലോ. ഇപ്പൊ നാളെ നമ്മളോട് ഇതിന്റെ ഖേദം വന്ന് പറയുമ്പോ, ചങ്ങായി എന്നോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ എടുക്കണ്ടെന്ന്. ഞമ്മക്ക് അങ്ങനെങ്കിലും പറഞ്ഞൊന്ന് തടി ഒയ്യാനാണ് നിങ്ങൾക്കറിയുന്ന എല്ലാ ലീഗുകാരോടും നിങ്ങൾ പറയാ, സംഗതി നിങ്ങൾ കൂണിക്കോ കോട്ട് ചെയ്തോളി. പക്ഷെ നേതാക്കന്മാര് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല ഷെയർ അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും അത് എടുക്കരുത് ദയവായിട്ട്. CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വലിയ സ്വത്തുള്ള പാർട്ടിയാണ്, ശരിയാണ്. എന്താ കാരണം? CPIM പിരിക്കുന്നത് മുഴുവൻ റോട്ട് കാണാം, നാട്ടിൽ കാണാം. മറ്റൊരു പിരിക്കണതൊക്കെ അതൊക്കെ ഓരോരുത്തരെ പെരി പോയി നോക്കണം, എന്നാലേ കാണുക. അവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള വീടുണ്ടാക്കിയിട്ടുണ്ടാകും. ഇപ്പൊ യൂത്ത് ലീഗിന്റെ പണി യാതൊരു വേലയും കൂലിയും ഇല്ലാത്ത നേതാക്കന്മാർ ഓലൊക്കെ കയറ്റിയിട്ടുള്ള വീടുകള്, ആഡംബര വീടുകൾ, അവരൊക്കെ സഞ്ചരിക്കുന്ന കാറുകൾ, അവരൊക്കെ ഓരോ ദിവസവും അണിയുന്ന ഡ്രസ്സുകളുടെ വില എവിടെ നിന്ന് കിട്ടുന്നു ഇവർക്ക്? ഇതൊക്കെ
ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചുമാണ് ഇവരിതെല്ലാം ഉണ്ടാക്കുന്നത്. മുസ്ലിം ലീഗിലായാൽ എന്ത് സാമ്പത്തിക ക്രമക്കേടും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, ആരും തൊടൂല. ഒരു MLA എത്ര മാസാണ് ജയിലിൽ കിടന്നത്? സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് ഒരു MLA ഇന്ത്യ രാജ്യത്ത് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ MLA അല്ലേ? MC കമറുദ്ദീൻ. ഷെയർ ബിസിനസ് എന്നും പറഞ്ഞ് ഒരു ജ്വല്ലറിയുടെ പേരിൽ പണം സ്വരൂപിച്ച് ഷെയർ ഉണ്ടാക്കി ആളുകളെ പറ്റിച്ചതിന്റെ പേരിലല്ലേ? ലീഗിന്റെ പല നേതാക്കന്മാർക്കും എന്താണ് ജോലി, എന്താണ് അവരുടെ ബിസിനസ് ആർക്കും അറിയില്ല. എന്നാൽ അവര് നാട്ടിലെ അദാനിയുടെ മക്കളെ പോലെ നടക്കുന്നു. അവരിങ്ങനെ സമ്പന്നതയിൽ വിരാജിച്ച് വിഹരിച്ച് നടക്കുകയാണ്. മാസത്തിൽ 4-5 തവണ ഫോറിൻ ടൂറുകൾ. എവിടുന്നാണ് ഇവർക്ക് പൈസ കിട്ടുന്നത്? ഇവരുടെയൊക്കെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ? കുഴിച്ചെടുക്കുന്നുണ്ടോ നിങ്ങൾ പണം നിങ്ങളുടെ വീട്ടിൽ നിന്ന്? എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് പണം? ഇവർക്കൊക്കെ തന്നെ പല ബിസിനസ്സുകൾ അവിഹിതമായ രൂപത്തിൽ നടക്കുന്നുണ്ട്. അവിഹിതമായ രൂപത്തിൽ ബിസിനസ്സുകൾ നടക്കുന്നു. അങ്ങനെ അവിഹിതമായി സമ്പാദിക്കുന്ന പണം ആളുകളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടുമുള്ളതാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ TP ഹാരിസ്, കേട്ടുകേൾവിയില്ലാത്തതല്ലേ ഇവിടെ നടന്നത്? ജില്ലാ പഞ്ചായത്തിലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ഷെയർ ചേർത്തുകൊണ്ട് അതിന്റെ ലാഭവിഹിതം തരാം. ജില്ലാ പഞ്ചായത്ത് ഒരുപാട് വർക്ക് എടുക്കുമല്ലോ. റോഡിന്റെ പണിയെടുക്കും, പാലത്തിന്റെ പണികൾ ഉണ്ടാകും, സ്കൂളിന്റെ പണികൾ ഉണ്ടാകും, അതെല്ലാം ഉണ്ടാവുമല്ലോ. ആ പ്രവൃത്തികളിൽ ഷെയർ ചേർക്കുക. നാട്ടുകാരോട് പറഞ്ഞിട്ട് 10ഉം 15ഉം 50ഉം 75ഉം 1 കോടി വരെ കൊടുത്ത ആളുകളുണ്ട്. 50 കോടിയാണ് തട്ടിപ്പ് നടത്തിയത്. 50 കോടി. ഓനക്ക് ഒരു പ്രശ്നമില്ല, അതാണ്ട് തീർത്താ തീരൂരേ എന്നാണ് ലീഗിന്റെ നേതാക്കന്മാരോട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്. അതാണ്ട് തീർത്താ തീരൂലേന്ന്. ഞങ്ങളോടൊരു കാര്യം പറയാം. സംഭവം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടതാണല്ലോ. ഒരാൾക്കും നമ്മൾ പൈസ കടം കൊടുത്തിട്ട് 20,000 റുപ്യയിൽ കൂടുതലുള്ള പൈസ ബാങ്ക് ചെക്ക് മുഖേന അല്ലാതെ കൊടുത്താൽ നിങ്ങൾക്ക് ആ പൈസ കിട്ടൂല. സുപ്രീം കോടതി പറഞ്ഞിരിക്കണം. കുറെ വട്ടിപ്പലിശക്കാരുണ്ട്. ഓല് നമ്മളെടുത്തുനിന്ന് ചെക്കും വാങ്ങി കണ്ട് 50,000 റുപ്യാണ് നമ്മൾ വാങ്ങിയെന്ന് വെച്ചാൽ 5 ലക്ഷം എഴുതി കൊടുക്കും. സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളത് എന്നറിയങ്ങള്? 20,000-ൽ കൂടുതൽ ഒരു പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് മുഖേന കൊടുക്കാൻ പാടൂ. അതേ ലീഗലാവൂ. ഞാൻ ഇന്ന ആൾക്ക് പൈസ കൊടുത്തത് നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞാൽ പറ്റൂല. അത് വാപ്പ മകനക്ക് കൊടുക്കുകയാണെങ്കിലും മകൻ വാപ്പാക്ക് കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കടം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം വാപ്പായ മക്കൾക്കും മക്കൾ വാപ്പാർക്കും കൊടുക്കണതിന് നമ്മള് എന്ത് വെക്കലില്ല? കണക്ക് വെക്കലില്ലല്ലോ. കടായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവാ വന്നിരിക്കുന്നത്. ഇതിപ്പോ ലീഗ് നേതാക്കന്മാർക്ക് വലിയ അനുഗ്രഹമാണ്. ഈ തട്ടിപ്പന്മാരൊന്നും പൈസ വാങ്ങിയിട്ടുള്ളത് ബാങ്ക് ത്രൂ അല്ല. അപ്പം പറയാണ്, ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, 20,000-ൽ കൂടുതൽ പണം ബാങ്ക് മുഖേന കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ബനെ പറഞ്ഞ് പേടിപ്പിക്കുക. എനിക്ക് 1 കോടി രൂപ തന്നെന്ന് പറഞ്ഞ എൻഫോഴ്സ്മെന്റ് എൻ്റെ അടുത്തേക്ക് വരും. ഈ 1 കോടി അനക്കെങ്ങനെ ഉണ്ടായത് എന്ന് വെച്ചിട്ട് അതിന് ടാക്സ് കൊടുത്തിക്കണോ? അപ്പൊ ജുങ്ക് എടുക്കേണ്ടി വരും ജയിലില്. ഈ സാധുവിന് പിന്നെ ഹലാക്കാകാൻ വേറെ എവിടെയെങ്കിലും പോണം. ഇത് പറഞ്ഞിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമൊക്കെ നമുക്ക് ലീഗേറായിട്ട് സൗഹൃദം ചങ്ങാത്തും ആവാ, പൈസയുടെ ഇടപാട് വേണ്ട. ഓലടുത്ത് പൈസ പെട്ടാല് പള്ളിക്കാട്ടിക്ക് സലാം ചെല്ലിയമാതിരിയാ, മടക്കല്ല ഉണ്ടാവില്ല. കബറിന്റെ ഉള്ളിൽ കെടുക്കല്ലേ, എങ്ങനെ മടക്കുക?
അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വേണ്ട. എന്നാ ഇസ്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് നിങ്ങള്, സാമ്പത്തിക ഇടപാടിലെ സത്യസന്ധത. ഒരിക്കൽ മുഹമ്മദ് നബി പറഞ്ഞു, ഒരു മുസ്ലിമാണ് എന്ന് ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണോ? അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിരുന്നു. നബി പറഞ്ഞു, ഒരാൾ മുസ്ലിമാണോ എന്നറിയാൻ അവരൊക്കെ പ്രതീക്ഷിച്ചത് അയാൾ നിസ്കരിക്കുന്നുണ്ടോ നോക്കണം എന്ന് റസൂല് പറഞ്ഞില്ല. അയാൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് റസൂല് പറയും എന്ന് വിചാരിച്ചു അവര്. അതും പറഞ്ഞില്ല റസൂല്. അയാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം എന്നും റസൂല് പറയുമെന്ന് അവർ കരുതി. അതും പറഞ്ഞില്ല. റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക, എങ്കിലറിയാം അയാൾ ഒരു വിശ്വാസിയാണോ അല്ലയോ എന്ന്. ഒരു മുസ്ലിമാണോ അല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതാ, നിങ്ങൾ അയാൾക്ക് 10 രൂപ കടം കൊടുത്തു നോക്കുക. നമ്മളെ കാണുമ്പോൾ അയിക്കൂടി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഓൻ എത്ര പള്ളിയിൽ പോയിട്ട് യാതൊരു കാര്യമില്ല, ഓന്റെ കാര്യം കട്ടപ്പുകയാണ്. സമ്പത്താണ് നമ്മളെ ഓരോരുത്തരെയും വിലയിരുത്താനുള്ള മാനദണ്ഡം. പൈസമ്മ തൊട്ടിട്ടുള്ള കളി കളിക്കുമ്പോ അറിയാം ഓരോരുത്തരുടെയും വിശ്വാസം. മുഹമ്മദ് നബി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. നമ്മളിപ്പോ ഹജ്ജിന് പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, പാപമോചനത്തിന് അർത്ഥിക്കുക. പക്ഷെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മുസ്ലിം ലീഗുകാർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. എന്താണ് ഇസ്ലാം പറഞ്ഞത്? ആരാധനാ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ ദൈവത്തോട് നിങ്ങൾക്ക് പാപമോചനത്തിന് അർത്ഥിക്കാം. വേറെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാത്ത തെറ്റുകളിൽ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് പാപമോചനത്തിന് അർത്ഥിക്കാം. പക്ഷെ മറ്റൊരു മനുഷ്യന്റെ അവകാശം നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, അയാളെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ കയ്യിൽ നിന്ന് 10 പൈസ നിങ്ങൾ വസൂലാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാളുടെ 1 രൂപ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ, അത് തിരിച്ചു കൊടുത്ത് ബന്ധപ്പെട്ട വ്യക്തിയോട് പാപമോചനത്തിന് അർത്ഥിച്ചാൽ അല്ലാതെ 1000 കൊല്ലം നിങ്ങൾ മക്കത്ത് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവം ആ തെറ്റ് നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് വ്യക്തമാക്കിയ പ്രവാചകനാണ് മുഹമ്മദ് നബി. ആ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരാണ് ഈ സാമ്പത്തിക പറ്റിക്കല് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നത്. ഹാരിസിന്റെ കാര്യം പറഞ്ഞു ഞാൻ. 50 കോടിയോളം രൂപയാണ് പറ്റിച്ചിരിക്കുന്നത്. ഇപ്പോ ജയിലിലാണ്. നമ്മളെ തവനൂർ ജയിലിലുണ്ട്. ഇവിടുത്തെ ലീഗുകാർക്ക് ഒന്ന് പോയി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം. നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തതുണ്ടെങ്കിൽ ഓനോട് ഇപ്പൊ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളി. നമ്മളെ തവനൂർ ജയിലിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ജയിലുണ്ടാക്കിയത് കൊണ്ട് സത്യത്തിൽ ലീഗുകാർക്കാണ് അതുകൊണ്ട് വലിയ മെച്ചമുണ്ടായതെന്ന് എനിക്ക് തോന്നിയത്. കാരണം കണ്ണൂരും തൃശ്ശൂരും ഒന്നും പോയി കെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളെ ജില്ലയിൽ തന്നെ ഇതിന് കെടുക്കാനുള്ള ഒരു സൗകര്യം അത് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ലീഗുകാരെ നമ്മളെ പഴയ പാർട്ടിക്കാരല്ലേ ഓല അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ആ ജയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. തവനൂരിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്താണ് അവരുടെ പേര്? റഫീഖയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചിരുന്നു. ദിവസങ്ങളോളം ജയിലിലടച്ചു. അവര് മെമ്പറായിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന്, അവർ സെക്രട്ടറി ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ അവരമുക്കി. അങ്ങനെ അത് പിടികൂടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനാണ് പിടികൂടിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകെ മുക്കാണ്. എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പേര് ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് അതിന്റെ അടിയാധാരം വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കളക്ടർ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ആഫീസും ആ സ്ഥലവും ഉണ്ടല്ലോ, അതിന്റെ ആധാരം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവരതും കൊണ്ടേ വെക്കൂ. കജ്ജി കിട്ടിയാൽ ഉറപ്പായിട്ടും വെക്കൂ, ഒരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
ഏതാണ്ട് 1.5 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നാണ് പറയുന്നത്. ഒരു പാവം യൂത്ത് ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി, ഏറനാട് മണ്ഡലം സെക്രട്ടറി തന്റെ വാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു. ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പരാതിക്കാരനെ പുറത്താക്കി. പരാതി കൊടുത്ത ഓനെ പുറത്താക്കും. അതുകൊണ്ട് ആരും പരാതി കൊടുക്കാൻ മുന്നോട്ട് വരില്ല. അതാണ് ലീഗാവുമ്പോഴുള്ള സുഖം. വേറെ ഏതൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിലും ആരോപണ വിധേയനെയാണ് പുറത്താക്കുക. ഇത് പരാതി കൊടുത്തോനെയാണ് പുറത്താക്കുന്നത്. എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അനക്കും അതുമാതിരി ഉണ്ടാവട്ടോ. അപ്പൊ ആരും പേടിച്ചിട്ട് എന്ത് ചെയ്യൂല, പരാതി കൊടുക്കൂല. ഇത് ഇവിടെ മാത്രല്ല, എല്ലാ സ്ഥലങ്ങളിലും. ഈ പൊന്നാനിയിലല്ലേ പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കാറുണ്ട് കണ്ട് അല്ലെ, MSFന്റെ മാറഞ്ചേരി. അത് MSFന്റെ നേതാവാ, യൂത്ത് ലീഗിന്റെ നേതാവ്. മൊയ്ലിയർ നിന്ന് പാത്തുമ്പോ പിന്നെ എങ്ങനെ അത് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞോ നിങ്ങളോട്? സാധാരണ നമ്മളെ നാട്ടുമ്പുറത്ത് പറയാറുണ്ട്. MSFരും യൂത്ത് ലീഗരും ഒക്കെ മാന്താണ്. കാരണം എന്താ വെച്ചാൽ വാപ്പാനെങ്ങനെ കാണുകയാണോല്, വാപ്പ ആ ജാതി മുക്കണത്, പിന്നെപ്പോ എന്താ ഞമ്മക്ക് മുക്കിയാൽ എന്നാണ് യൂത്ത് ലീഗുകാരും MSFകാരും കരുതുന്നത്. യൂത്ത് ലീഗിന്റെ നേതാക്കന്മാര് ഓരോ പിരിവ് നടത്തിയാലും ആ പിരിവിന് ശേഷം ഓൽക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുന്നുണ്ട്, എവിടെങ്കിലും ഒരു ബിസിനസ്. ഇവരുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞമ്മക്ക് ലീഗുകാരനെ വിളിച്ചു തരിക, അതിന്റെ രേഖ അടക്കം. ഇതെന്നെ ആൾക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട് കേട്ടോ, ഇന്ന ആൾക്ക് കൊപ്പത്ത് ബിസിനസ് ഉണ്ട് കേട്ടോ, ഇന്ന ആൾക്ക് ഹൈലൈറ്റ് മാളിൽ ബിസിനസ് ഉണ്ട് കേട്ടോ. അതിന്റെ രേഖ അടക്കം ബലല് തരികയാണേ. നമ്മളിതിനെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് ഇപ്പോ ഞാൻ പാക കുടുങ്ങിക്കണി. എത്ര ഡയറിയാ സൂക്ഷിക്കേണ്ടതെന്നാ ഇപ്പൊ എന്റെ ഒരു പേടി. ആ ജാതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പത്രക്കാരെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. തട്ടിപ്പിന്റെ സർവകലാശാലയായിട്ട് മുസ്ലിം ലീഗ് പാർട്ടി മാറിയിരിക്കുന്നു. വൈസ് ചാൻസലറും ചാൻസലറും ഒക്കെ ലീഗിന്റെ നേതാക്കന്മാരാ, രജിസ്ട്രാറും ഫിനാൻസ് ഓഫീസറും എല്ലാരും. ആ ജാതി തട്ടിപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ തട്ടിപ്പ് മാത്രം നടത്തി സാമ്പത്തികമായി ആകളെ വഞ്ചിച്ച് എങ്ങനെ ലീഗ് മുന്നോട്ട് പോകും? ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് അലി നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ വലിയ നേതാക്കന്മാരാണ് ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നമ്മൾ ഭരണത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ്, 6 മാസം കൂടി കഴിഞ്ഞ് നമ്മൾ ഭരണത്തിലാണ്, അതുകൊണ്ട് ആ പ്രശ്നമൊക്കെ ഞാൻ പരിഹരിച്ചു തരുന്നുണ്ട്, നിങ്ങളിപ്പം മുണ്ടണ്ട. ഈ സാധുക്കൾ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മുണ്ടാതിരിക്കുകയാണ്. ലീഗിന്റെ നേതാക്കന്മാര് സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ട്, ഒരു സാമ്പത്തിക തർക്കത്തിൽ ഇടപെട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് 10 റുപ്യ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ഒരു മുൻ അനുഭവം ഏതെങ്കിലും ലീഗ് നേതാക്കൾക്ക് പറയാൻ വേണ്ടി പറ്റും? ഏതെങ്കിലും ലീഗ് നേതാക്കൾക്ക്? അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട. അവിടെ പോയാൽ പരിഹരിക്ക, ഇവിടെ പോയാൽ പരിഹരിക്ക. അവനാന്റെ അടുത്ത് പൈസ പോയാൽ പോയതന്നെയാണ്. പിന്നെ അതിനെ സംബന്ധിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ഏത് ഭാഗത്ത് നോക്കിയാലും ഇപ്പോ പല പള്ളി കമ്മിറ്റികളും, മദ്രസ കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികൾ, ഇതൊക്കെ ലീഗിന്റെ ഒരു നിയന്ത്രണത്തിലാക്കാൻ ഇവർ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങള്? പള്ളി കമ്മിറ്റിക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവർ പറയുന്നതെന്ന് അറിയും, ഒക്കെ ലീഗിന്റെ നേതാക്കന്മാരെന്നെ ആയിരിക്കും. ബാങ്കിൽ ഇടണ്ടാറ്, പിന്നെന്താ അത് ഞാൻ വെച്ചോണ്ട് അറിയും, നിങ്ങൾക്ക് എപ്പോഴാ പൈസ വേണ്ടത് അത് ഞാൻ തരേണ്ടി അറിയും. ബൻ അതുകൊണ്ട് ബിസിനസ് നടത്തുക. അങ്ങനെ പണ്ടൊരു ഗവർണർ നടത്തിയിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി പല ഗവർണർമാരെയും പല പ്രദേശത്തേക്കുമായിട്ട് അയച്ചു. അപ്പൊ ഒരു നാട്ടിൽ ചെന്നപ്പോ അവിടെ ഗവർണർ പൈസ ഖജനാവിലുണ്ട്. മൂപ്പരെന്ത് ചെയ്തു? ആ പൈസ എടുത്തിട്ട് ഒരു ബിസിനസ് നടത്തി, വലിയ ലാഭം കിട്ടി. ഖജനാവിൽ നിന്നുള്ള പണം എന്ത് ചെയ്തു? കേന്ദ്ര ട്രഷറിയിൽ ശരിയായിട്ട് അടച്ചു. പക്ഷെ ഗവർണറെ കുറിച്ച് ആക്ഷേപം വന്നു. ആക്ഷേപം എന്തായിരുന്നു? പൊതു മുതലെടുത്ത് ഇന്ന ഗവർണർ
ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. മുഹമ്മദ് നബി അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ശരിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, ശരി തന്നെയാണ്. ഞാൻ പൈസ ഇവിടെ ഇങ്ങനെ കെടുക്കുന്ന കണ്ടപ്പോ അതിപ്പോ വേറൊന്നും ഒട്ട് ചെയ്യാനും പറ്റൂല. ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 6 മാസം കഴിയണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ പൈസ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ ഇടയില് ഞാനൊരു ബിസിനസ് നടത്തി അതെടുത്തിട്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് അതുകൊണ്ട് എത്ര ലാഭം കിട്ടി? എനിക്ക് ഇത്ര ലാഭം കിട്ടി. ആ ലാഭം കൊണ്ട് കൊണ്ടുവരാറുണ്ട്. ആ ലാഭം കൊണ്ടുവന്ന് അതും കേന്ദ്ര ട്രഷറിയിലേക്ക് പൂൾ ചെയ്ത മുഹമ്മദ് നബിയുടെ അനുയായികളാണ് ലീഗുകാരും പള്ളിക്കമ്മിറ്റിക്കാരും എന്നുള്ളത് നിങ്ങൾ ആരും മറക്കണ്ട. ആരും മറക്കണ്ട. ആരാന്റെ പൈസ കൊണ്ട്, സമുദായത്തിന്റെ പൈസ കൊണ്ട്, പള്ളി കമ്മിറ്റിയുടെ പൈസ കൊണ്ട് ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കുന്നവൻ ആ ബിസിനസിന്റെ ലാഭം മുഴുവൻ പള്ളി കമ്മിറ്റിക്ക് വകവെച്ചു കൊടുക്കണം, മദ്രസ കമ്മിറ്റിക്ക് കൊടുക്കണം. പലരും ഈ ഭാരവാഹിത്വം വരെ വിടാത്തത് സാമ്പത്തികമായിട്ടുള്ള തിരിമറി ഇതിൽ നിന്നാൽ നടത്താൻ പറ്റും എന്ന് കരുതുന്നത് കൊണ്ടാണ്. ലീഗുകാർ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത്. സമുദായത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കേണ്ടത് ലീഗുകാരാണ്. അതുകൊണ്ടാണ് ലീഗുകാരല്ലാത്ത ആരെയും പള്ളി കമ്മിറ്റിയിലേക്ക് ഇവരെ അടുപ്പിക്കൂല, ഒരാളെ അടുപ്പിക്കൂല. കാരണം എന്താന്ന് വെച്ചാൽ വല്ല ജോയിന്റ് സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ എന്തെങ്കിലും ആക്കും. ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, ഈ 3 സ്ഥാനത്ത് ലീഗുകാരനെ ഇക്കാരം. കാരണം ഇത് എടുക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ഇവര് മാത്രമേ അറിയുള്ളൂ. മറ്റേ സാധുക്കളുണ്ടോ അതൊക്കെ അറിയണം. അങ്ങനെ നമ്മളുടെ നാട്ടിൽ ഈ 10 കൊല്ലം ഭരണം ഇല്ലാത്തതും വലിയ കേടായി എന്നപ്പോ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ലീഗുകാരെ തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവര് ആകെ വലയും വമ്പുടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവര് കുറെയൊക്കെ നാട്ടുകാരെ മേലെ കയറിക്കണ്ട് അങ്ങനെ പോയി. ഇത് ലീഗുകാരെ തന്നെ ഇവര് പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കരുതിയിരിക്കണം. മുസ്ലിം ലീഗിന്റെ ഈ തട്ടിപ്പൻ സമീപനത്തിനെതിരായി, ഈ സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരായി അണിനിരക്കണം. ഇപ്പോ ചിലർ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അത് നോക്കണം. കാരണം 40-40 കോടി ഉറുപ്പ്യ പിരിച്ചിരിക്കണ്. എന്നിട്ട് അവസാനം പേര് പോയി എടുത്തത് 18,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബുക്ക് കച്ചവടക്കാരൻ അയാളുടെ ബുക്ക് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 4 നില കെട്ടിട പോയിട്ട് എടുത്തത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു, ഇതല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന നിരവധി കുട്ടികളുണ്ട്. അവർക്ക് ഹോസ്റ്റൽ സൗകര്യം, 100 കണക്കിന് കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി. 18,000 സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക? എത്ര കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കണ്? അവിടുത്തെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉണ്ട്, നമ്മളുടെ ഖാദർ മൊയ്തീൻ സാഹിബ്. ആ സാധുവിനിപ്പോ ഇവര് ഒരു ബെഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പുതപ്പ് വിരിച്ച് കിടക്കുക. അയാള് ഈസ് എ വെരി വെരി ജെന്റിൽമാൻ. അയാളെ ആദരിക്കേണ്ട മനുഷ്യനാണ്. ഇങ്ങനത്തെ ഒരു തട്ടിപ്പും അറിയില്ല കേരളത്തിൽ വരാത്തത് കൊണ്ട്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ്. എത്ര റൂമുണ്ട്, എത്ര ആളുകൾക്ക് അവിടെ കിടന്നുറങ്ങാം, എത്ര റൂം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ 10-40 കോടി രൂപ കൊണ്ടാണോ 18,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം വേറെ ആരും ഉണ്ടാക്കിയത്? എടുത്തുകാണ്ട് ഇപ്പൊ അതൊക്കെ കൂടി ഒന്ന് എന്തായാലും ഒന്ന് ചമീച്ചാലുണ്ടാവുമല്ലോ ഒരു കാണാൻ ചൊർക്ക്. ആ ചൊർക്കല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ആ ഓഫീസിൽ പൂർത്തിയാക്കിയത്? ആ ഓഫീസിന്റെ വലിയൊരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നിയത്, ആ ഓഫീസിൽ എല്ലാവരുടെ പേരിലും പലതും ഉണ്ട്. കോൺഫറൻസ് ഹാൾ ഒരാളെ പേരിൽ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുന്ന റൂം ഒരാളെ പേരിൽ, അങ്ങനെ ഓരോന്നും, ലൈബ്രറി വേറൊരാളെ പേരിൽ.
ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗുകാരനാണ്. കേരളത്തിൽ വിഭജനാനന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. അത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു CH ഏറെക്കാലം. ആ CHന്റെ പേരിൽ ഒരു കുളിമുറി പോലും ഖായിദമില്ലത്ത് സൗധത്തിലില്ല. അവിടെ പല നേതാക്കന്മാരെ പേരിലുണ്ട്. ഞാനതൊന്നും ഇപ്പൊ പറഞ്ഞില്ല. ഓരോ പേരിലൊക്കെ വേണം. പക്ഷെ ഒരു ബാത്റൂമെങ്കിലും നിങ്ങൾക്ക് CHന്റെ പേരിൽ ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സൗദത്തിൽ ഉണ്ടാക്കിയില്ല. അപ്പ കാണുന്ന ആൾക്കാരെ അപ്പാന്ന് വിളിക്കണേ പോളിസിക്കാരെ CH ഇപ്പൊ മരിച്ചുപോയില്ലേ. അതുകൊണ്ട് മൂപ്പര ഇതില് വന്നില്ലെങ്കിൽ ആരും പറയില്ല. ഏതായാലും 40 കോടി പിരിച്ചിട്ട് ഇപ്പൊ 18,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഞാൻ പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഇത്രയെങ്കിലും പൈസ ചെലവാക്കിയത്. അല്ലെങ്കിൽ മെല്ലെ നമ്മൾ ഈ സൈക്കിൾ അഭ്യാസത്തിലുണ്ടല്ലോ, പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട് വരുന്ന ആണുങ്ങൾ എന്ന മാതിരി വേഷം കെട്ടിച്ചെങ്ങാണ്ട് ആ ആഫീസ് ഉദ്ഘാടനം നടത്തുമായിരുന്നു. ഞാനിത് പറഞ്ഞ് മാനക്കേടാക്കിയല്ലോ എന്നുള്ള നിലക്കാണ് അത്രയെങ്കിലും അത്ര അവിടെ ചെലവാക്കിയത്. അല്ലെങ്കിൽ ഇവരതും ചെലവാക്കൂല. പിന്നെപ്പോ വയനാട്ടില് 100 കുടുംബങ്ങളെ പാർപ്പിക്കാമെന്ന് പറഞ്ഞ് ലീഗ് പറഞ്ഞു, നിങ്ങൾ ഗവൺമെന്റിലേക്ക് പൈസ കൊടുക്കരുത്, ഞങ്ങൾക്ക് തന്നോളി എന്ന് പറഞ്ഞു. അവിടെയും പിരിച്ചു 40 കോടി റുപ്യ. ഗവൺമെന്റിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് കുറച്ച് താമസം വന്നു. കാരണം 150 ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം. ആ സ്ഥലം ഏറ്റെടുത്തു ഒരു എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റ് ഏറ്റെടുത്തപ്പോൾ അതിന്റെ മുതലാളി കോടതി പോയി. അങ്ങനെ കോടതി വ്യവഹാരത്തിലേക്ക് പോയി. ആദ്യം സെന്റിന് 17,000 രൂപ വെച്ച് കിട്ടി. അപ്പൊ അയാൾ പറഞ്ഞു പോരാ, സംഖ്യ കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് 23,000 രൂപ വെച്ച് ഓരോ സെന്റിനും കൊടുക്കാമെന്ന് പറഞ്ഞു. 156, 160 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. 23,000 റുപ്യ സെന്റിന്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ആഫീസിൽ നിന്ന് വിളിച്ചാ കേൾക്കണ ദൂരത്താണ് ഈ സ്ഥലം. ഞാൻ പോയി നോക്കിയിരുന്നു. ലീഗേര് ഇതുവരെ സ്ഥലം എടുത്തില്ലട്ടോ. സർക്കാരിന് ഈ കോടതി വ്യവഹാരം ഇതൊക്കെ ഉണ്ടല്ലോ. നേരെ മറിച്ച് ലീഗിന്റെ കയ്യിൽ 40 കോടി റുപ്യ ഉണ്ട്. ഓലിക്ക് എപ്പ വേണമെങ്കിലും സ്ഥലം എടുത്തൂടെ. ഓലൊരു 11 ഏക്കർ എടുത്തു. അവസാനം ഒരു സെന്റിന് 1,22,000 റുപ്യ. ഇവലടുത്തൊന്നും എങ്ങനെ പൈസ കൊടുക്കുക? യാതൊരു തത്വദീക്ഷിതയില്ലാതെ 1,22,000 റുപ്യ സെന്റിന്, അതും തോട്ടഭൂമി എടുത്തിക്കണ്. എന്നിട്ട് ഇവര് പറയാ സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾ പണിയാൻ വേണ്ടി പോവുകയാണ്. ഈ സെപ്റ്റംബർ 1-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തിന് കാത്തിരിക്കേണ്ടി വന്നു? ഈ 40 കോടി റുപ്യ ഈ ദിവസം വരെ, കഴിഞ്ഞ മാസം വരെ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവരെടുത്ത് ഈ പൈസ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഞാൻ അറിഞ്ഞത് ഇവിടെ തഞ്ചാവൂരോ തിരുനെൽവേലിയോ എവിടെ പോയിട്ട് വലിയ ഒരു എസ്റ്റേറ്റ് ഈ 40 കോടിക്ക് എടുത്താല് അത് പിന്നെ മറിച്ച് വെക്കുമ്പോ ഈ 40 കോടി കെട്ടി വെച്ചാൽ മതി, അതിന് കിട്ടുന്ന ലാഭം വേറെ നീക്കി വെക്കാമല്ലോ. അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം സ്ഥലം വാങ്ങാൻ സാധ്യമാകാതെ പോയത്. ഇപ്പൊ 1,22,000-ന് വിവാദമായിട്ടുള്ള ഒരു ഭൂമി അവര് വാങ്ങി. എന്താ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കട്ടെ, അതിന്റെ ഭൂമിയുടെ തരമനുസരിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവിടെ ഇവരെന്താ കാട്ടിക്കണെന്ന് അറിയങ്ങൾക്ക്. ഇപ്പൊ നമ്മളുടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ടൗൺഷിപ്പ്, അവിടെ 400-450 കുടുംബങ്ങളാണ്. ലിസ്റ്റിലൊന്നും പെടാത്ത ആളുകളുണ്ട് കുറച്ച്. കാരണം അവരെ വീടൊന്നും തകർന്നിട്ടില്ല. എന്നാ തകർന്ന മാതിരി തന്നെ ഏണേനും കുറച്ചിപ്പുറത്താണ്. എല്ലാരും കൂടി അവിടുന്ന് പോരുമ്പോ പിന്നെ ഓരോ ഒറ്റപ്പെടും. അങ്ങനെയുള്ളവർക്ക് സർക്കാരിന് ഭൂമി കൊടുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഈ സ്വകാര്യ വ്യക്തികള്, സ്ഥാപനങ്ങള്, അവരൊക്കെ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുത്ത് അങ്ങനത്തെ ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ആളുകൾക്കൊക്കെ എത്ര കാലമാണോ നിങ്ങൾക്ക് സർക്കാർ വീടുണ്ടാക്കി തരാൻ എടുക്കുന്നത് അത്രയും സമയം ഓരോ മാസവും നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ വാടക 6,000 രൂപ
വെച്ച് മാസം ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലീഗ് അതിലൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കാണ്ട് 100 കുടുംബങ്ങളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. ഓലെന്ത് ചെയ്തു? ഗവൺമെന്റിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ലീഗ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേക്കണ്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ ഗവൺമെന്റ് ചെയ്തു 15 ലക്ഷം റുപ്യ അവർക്ക് കൊടുത്തു, ഈ ആളുകൾക്ക് കൊടുത്തു. ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് ഈ 15 ലക്ഷം റുപ്യ നിങ്ങൾക്ക് എടുക്കാം, ഓരോരുത്തർക്കും എടുക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് വീടും സ്ഥലവും തരും എന്ന് പറഞ്ഞു. അയ്യട കുറച്ച് കഴിഞ്ഞപ്പോ ബലി പറഞ്ഞു 15 ലക്ഷം ഒക്കെ കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല, പകുതി ഇങ്ങോട്ട് തന്നെ തരേണ്ടി വരും എന്ന് പറഞ്ഞു. പകുതി അതുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കും കുത്തിത്തിരക്ക് നടന്നിക്കണം അവിടെ. ഏതായാലും പോലും പേരുണ്ടാക്കാൻ പോകുന്നുണ്ട്, ഉണ്ടായാൽ മാത്രം ഉണ്ടായി എന്ന് പറയാം. എനിക്കൊരിക്കലും വിശ്വാസമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ ജാതി ഭൂമിയാണ്. 1,22,000 സർക്കാർ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിന്റെ വിളിച്ചാ കേൾക്കണ ദൂരത്ത് 3 ഭാഗവും വലിയ 10-12 മീറ്റർ വീതിയുള്ള റോഡ് ഉള്ള സ്ഥലം എടുത്തത് 23,000 റുപ്യക്ക്. ഇവലെടുത്തിക്കണ സ്ഥലം 1,22,000. ഞാൻ ആ സ്ഥലം ഒന്ന് പോയി നോക്കി. നിങ്ങളോട് പറയാന് ആകെ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഒരു 10-30 മീറ്റർ ഉണ്ടാവും. അതിന്റെ ഓരത്ത് കൂടി ഒരു വലിയൊരു കുണ്ടനടായി മാതിരിണ്ട് ഒരു പിന്നെ തോട് പോണ്. റഹ്മാനായ റബ്ബ് അതൊക്കെ കൂടി എവിടുന്ന ഒലിച്ചേരണെന്നറിയാം. അതിന് മുഴുവൻ കോൺക്രീറ്റിന്റെ വോള് കെട്ടാതെ ആ സ്ഥലത്ത് പെരണ്ടാക്കാൻ പറ്റൂല. നമുക്ക് നോക്കാം, നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണത് എന്ന് അറിയണല്ലോ. എന്നിട്ട് കുറച്ച് ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോണ്ട് പിന്നുണ്ട് പിന്നെ വളഞ്ഞു പൊളഞ്ഞുങ്ങാണ്ട് ഈ സ്ഥലമൊക്കെ കൂടി ആകെ കങ്ങനെയും കൊങ്ങനെയും കൂടി ആക്കിങ്ങാണ്ട ഇവരെന്തൊക്കെ ചെയ്യാൻ കണ്ടിരിക്കുന്നത് പടച്ചോനക്ക് അറിയാം. എന്നിട്ട് ഈ സാധുക്കളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പള്ളി ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ മദ്രസ ഉണ്ടാവും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ 100 ആൾക്കാരെ പിന്നെ ഒരു ചട്ടം കൂട്ടിയിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം 156 ഏക്കർ സ്ഥലം, സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്ത് ഈ 156 ഏക്കറിൽ ഒരു പള്ളിയുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. നമ്മൾ ഏറ്റെടുത്ത ഭൂമിയിലാണ്. ഒരു പള്ളിയും ഒരു ക്ഷേത്രവും ഗവൺമെന്റ് വാങ്ങിയ ഭൂമിയിൽ തന്നെ ഉണ്ട്. അതാ ലീഗേര് പറഞ്ഞു ഞങ്ങൾ പള്ളി മദ്രസ ഉണ്ടാക്കി തരാന്ന്. കൽപ്പറ്റ അങ്ങാടിയിലാണ്ട് ചെന്ന് നിന്നാല് ബാങ്ക് വിളി കൊണ്ട് എന്താന്നറിയും എത്ര പള്ളികളാ അവിടെ. ചെന്നിനപ്പോ ലീഗേര് ഒരു പള്ളിയും കൂടി ഒരാവശ്യമില്ല അവിടെ. അത്രക്ക് പള്ളികളുള്ള സ്ഥലമാണ് ഈ വയനാട് എന്ന് പറഞ്ഞത്. ഇങ്ങനെ നാട്ടിലെ ജനങ്ങളെ ഇതും പറഞ്ഞ് ഭിന്നിപ്പിച്ച് ബനെ പിടിച്ചിട്ട് ഓന്റെ മുഖത്ത് കിട്ട്, ഓനെ പിടിച്ചിട്ട് ബന്റെ മുഖത്ത് കിട്ട്, ആകെ കവകവയാണ് ഇവര് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഈ നാട്ടിൽ നടത്തണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം. CPIM നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ശക്തി പകരണം. നിങ്ങൾ എല്ലാവരും അതിന് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.